വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് 2ാം സെമസ്റ്റർ UG വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്ന്. അതായത് 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതി വിജയിച്ച ഒരു കുട്ടിക്ക് ആ വിഷയത്തിൽ മാത്രമായിരുന്നു പോയത്, അല്ലെങ്കിൽ ആ സെമസ്റ്ററിൽ മാത്രമാണ് കുട്ടി തോറ്റുപോയത്. അതിപ്പോൾ പരീക്ഷ എഴുതി ജയിച്ചു, ഇനി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, എവിടുന്ന് കിട്ടും, അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഈ പറയുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ക്ലിക്ക് ചെയ്യുക, അതേ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി ചലാൻ അടച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഡിഗ്രി എന്ന കോഴ്സ് ഓൾറെഡി കഴിഞ്ഞതാണ്, സപ്ലിമെൻ്ററി ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആയത്. അത് ജയിച്ചപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൈപ്പറ്റാവുന്ന കാര്യമാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക. ഈ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കിട്ടാനുള്ള വഴിയാണ്, ഒന്നില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി ചലാൻ അടച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും നല്ലത് ഏതാ ചോദിക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി എളുപ്പത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്ലൈ ചെയ്താൽ മാത്രമാണ് അത് പെട്ടെന്ന് നടക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.